ഇല്ല. കാരണം ആരംഭിച്ച ഭാഗമില്ലല്ലോ. നമ്മളെന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടെങ്കിലല്ലേ അവസാനത്തിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഞാനായിട്ട് ആരംഭിച്ച ഒന്നും എന്നിലില്ല. ഞാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൊട്ട മനസ്സിലുണ്ടായിട്ടുള്ള ചില ചിന്താഗതികൾ മാത്രമേ ഉള്ളൂ. അത് ദഹിച്ചു പോവുകയും ചെയ്യും. ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുമില്ല. ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ തുടരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെ നിലനിൽക്കുന്ന അവസ്ഥയിൽ തുടരുക എന്നുള്ളതാണ്. ഞാന് കഴിഞ്ഞ ദിവസം നമ്മുടെ അക്ഷയനോട് സംസാരിച്ചപ്പോൾ ഞങ്ങള് വിധിയും കർമ്മയും ഇതിനെ പറ്റി സംസാരിച്ചിരുന്ന. അപ്പം സംസാരിച്ച സമയത്ത് വിധിയില്ല, എല്ലാം കർമ്മയാണ് എന്നുള്ളൊരു ഈ വിധിയും കർമ്മയും രണ്ടിനെ എങ്ങനെയാണ്? വിധിയാണ് നമ്മുടെ രൂപമാണ് വിധി. അതിനകത്ത് മാറ്റം വരുത്താൻ പറ്റും. വിധിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ രൂപത്തിലാണ്. അതായത് എപ്രകാരമാണോ ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതാണ് അതിൻ്റെ വിധിപ്രകാരം. കർമ്മ എന്ന് പറഞ്ഞാൽ അതിലുണ്ടാകുന്ന മാറ്റം, അതായിട്ട് തുടർന്ന് ഇരിക്കാനുള്ള മാറ്റമാണ് കർമ്മ. അതിൽ മാറ്റം വരുത്തുന്നത് എന്താണ്? അതാണ് കർമ്മ. അപ്പോൾ വിധിപ്രകാരം എന്ന് പറയുന്നത് ഞാൻ വിധിപ്രകാരം മനുഷ്യനാണ്. അതാണ് എൻ്റെ ഡെസ്റ്റിനി. അതാണ് അപ്പോൾ ഡെസ്റ്റിൻ ടു ബി ഹ്യൂമൻ ബീയിങ്. അപ്പോൾ അതിനി ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഇരിക്കുന്നതിനകത്ത് എന്ത് മാറ്റം? അതിലുണ്ടാകുന്ന സൂക്ഷ്മ മാറ്റം, അതാണ് കർമ്മ. ആ മാറ്റം നമുക്ക് അനലൈസ് ചെയ്ത് അറിയാനേ പറ്റത്തുള്ളൂ. നമുക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഇത് ഇപ്രകാരമുള്ള മാറ്റത്തെ കേന്ദ്രീകരിച്ചാണ് ഇതിവിടെ ഇതായിട്ട് നിലനിൽക്കുന്നത് എന്ന് അറിയാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് നമുക്ക് സ്വസ്ഥത കിട്ടുന്നത്. അതിൻ്റെ കർമ്മം ഒരുപാട് തരം കർമ്മമുണ്ട്, ഒരുപാട് തരം മാറ്റങ്ങൾ. ഒരു പുൽക്കൊടി ആകാനുള്ള കർമ്മമുണ്ട്, ഒരു മൃഗത്തിനുണ്ട്, ഒരു ഇൻസെക്റ്റിനുണ്ട്. എല്ലാത്തിനും അതായിട്ട് നിലനിൽക്കാനുള്ള കർമ്മമുണ്ട്. ഇപ്പം നമ്മുടെ കർമ്മം എന്താണ്? നമ്മളാകാനുള്ള, നമ്മളിലും നിലനിൽക്കാൻ കാരണമായിട്ടുള്ള മാറ്റങ്ങൾ. അത് ഞാൻ പുറത്തു ചെയ്യുന്ന പ്രവൃത്തിയല്ല. പുറത്തു ചെയ്യുന്ന പ്രവൃത്തി സെക്കൻഡറിയാണ്, അത് ഉപയോഗയാണ്. നമ്മളിൽ ആദ്യ യോഗയുണ്ട്, പക്ഷെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവിടെ നമുക്ക് ഒരു കാരണവശാലും ആശങ്കയില്ല. കാരണം എൻ്റെ ഡെസ്റ്റിനി വിധിപ്രകാരം ഇത് മനുഷ്യനാണ്. മനുഷ്യനായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്? മനുഷ്യൻ്റെ സ്വഭാവം അതിലത്തെ കർമ്മം, അതിനകത്തെ പ്രവർത്തനമാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെ തീരുമാനിക്കുന്നത്. അതിന് പുറത്തുള്ള പ്രവർത്തനത്തെ കണ്ടിട്ട് അതുമായിട്ട് ഒപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് സ്വസ്ഥത കിട്ടത്തില്ല. സ്വസ്ഥത കിട്ടാത്തത് നമ്മൾ കർമ്മങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു. ഞാൻ നല്ല പ്രവൃത്തി ചെയ്യും, ഞാൻ മറ്റുള്ളവർക്ക് സഹായകരമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടാവുമെന്ന് കരുതി ചില കാര്യങ്ങൾ ചെയ്ത് പാടുപെടുന്നു. അങ്ങനെ ജീവിതം നമുക്ക് എന്തെങ്കിലും മോശപ്പെട്ട ഒന്ന് സംഭവിച്ചു, അപ്പൊ നമ്മള് പലപ്പോഴും ആശ്വസിക്കാൻ വേണ്ടി പറയും ഇതെന്റെ ബുദ്ധിയായിട്ട്, ഇതെന്റെ ബുദ്ധിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ആശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്കായി മാത്രം മാറുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ വിദ്യയാണോ? നമ്മൾ ചെയ്തു വെച്ചതിന്റെ കർമ്മ അത് നമ്മൾ കർമ്മം തെറ്റിച്ചത് കൊണ്ടാണ്. അത് നമ്മൾക്ക് സംഭവിക്കാനുള്ളത് ഒരു മനുഷ്യനായിട്ടിരിക്കുന്നതാണ് സംഭവിക്കാനുള്ളൂ. വേറെ ഒന്നും ഇനി സംഭവിക്കാനില്ല. ഒരു വ്യക്തിയായിട്ട് ജന്മം കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ സംഭവിക്കാനുള്ളത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതല്ലാണ്ട് വേറെ ഒന്നും അതിനകത്ത് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം അവിടെ അത് തിരിച്ചറിയുന്നില്ല. അവൻ മനുഷ്യനായിട്ട് അവൻ്റെ ഡെസ്റ്റിനി പ്രകാരം ഞാൻ എൻ്റെ രൂപം ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ഫോർമേഷൻ. ആ ഫോർമേഷനാണ് എൻ്റെ ഇൻഫോർമേഷൻ. ആ ഇൻഫർമേഷൻ ആക്കാത്തത് കൊണ്ട് അവിടെ തിരിച്ചറിവില്ലാത്തതുകൊണ്ട് ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഭാര്യയാണ്, ഭർത്താവാണ്, കുറേ സങ്കല്പത്തിലുള്ള ചില ഡെസ്റ്റിനി നമ്മൾ എടുക്കുന്നു. ഞാൻ ഇന്നത് ചെയ്യേണ്ടവനാണ്, ഞാൻ നാട്ടുകാരെ നന്നാക്കേണ്ടവനാണ്, ഞാൻ വീട്ടുകാരെ നന്നാക്കേണ്ടതാണ്, ഞാനാണ് എൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നത്, ഞാനാണ് എൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കുന്നത്, ഞാനാണ് ഈ നാട്ടുകാരെ നിലനിർത്തുന്നത്. ഇങ്ങനെ തന്നെത്താൻ ഏറ്റെടുക്കും. എന്നിട്ട് അതിനകത്ത് അവന് നിലനിന്ന് കൊണ്ടുപോകാൻ പറ്റാതെ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ അബദ്ധങ്ങൾ. ആ തലത്തിലല്ല ഞാൻ ചോദിച്ചത്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ച നമ്മുടെ വിദ്യയാണെന്ന് പലപ്പോഴും പറഞ്ഞ് ആശ്വസിക്കുന്നില്ല. അത് തന്നെ ഇത് സത്യത്തില് അല്ല, അത് തന്നെ അതിനെ നമ്മൾ എന്താക്കിയ ഇപ്പൊ മനസ്സിലായി, നമ്മൾ മനുഷ്യനാണെന്നുള്ള
മനുഷ്യനായിട്ട് ഫോർമേഷൻ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ നമ്മള് മനസ്സിലാക്കുക എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. എക്സാക്ട്ലി. ഓക്കെ, നമ്മള് ഒരു നമുക്ക് പൂർണ്ണജന്മം ഉണ്ടെങ്കിൽ അതില് നമ്മൾ ചിലപ്പം കുരങ്ങനോ പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും ആയിക്കൂടായിരുന്നോ? ഇതൊന്നും ഇല്ല. നമുക്ക് അങ്ങനെയുള്ള ഒരു വിഷയവും നമ്മൾ പൂർവ്വജന്മം അല്ലെങ്കിൽ ഇനി അടുത്ത പുനർജന്മം ഇതൊന്നും മനുഷ്യന്റെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധം. അല്ലല്ല, അതെന്തെന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ വെച്ചത്. നമ്മൾ ഈ സാധനം എന്ത് ചെയ്യപ്പെടുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്നത് ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അതുവരെ നമുക്ക് ആ സ്വപ്നം ഭയങ്കര റിയാലിറ്റി ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞെന്താ, ഇനിയിപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ റിയാലിറ്റിയിൽ നിന്ന് ഉണരുന്ന സമയത്ത് നമുക്കിത് സ്വപ്നമായി മാറും. അപ്പൊ അവിടെ നമ്മൾ വെച്ച പോയിന്റ് എന്തായിരുന്നു? നമ്മൾ അവസാനിക്കുന്നില്ല എന്നുള്ളൊരു പോയിന്റ് ആയിരുന്നു വെച്ചത്. അല്ല അങ്ങനെ ഒരു സംഭവം അല്ല ഷാരു, അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സംഭവം നിങ്ങൾ കൊണ്ടുവന്നതിനെ ഞാൻ നിഷേധിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരിക്കലും സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ആളല്ല. അല്ല ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ആളല്ല. ഞാൻ സ്വപ്നത്തിലും അല്ല, മനസ്സിലായോ? ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ ഉണർന്ന അങ്ങനെയുള്ള ഒരു സംഭവത്തിന്റെ പിൻബലത്തെ പറ്റി നിൽക്കുന്ന ഒരാളുമല്ല, മനസ്സിലായി? അത് നിങ്ങൾ കൊണ്ടുവന്നൊരു സംഭവത്തെ ഞാൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് ഞാൻ അംഗീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ല അവസാനിക്കുന്നില്ലെന്ന് പറയാൻ കാരണം എന്താണ്? തുടങ്ങിയ ഭാഗമില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് അവസാനിക്കുന്നുള്ള ഭാഗത്തെ പറ്റി എനിക്ക് അന്വേഷിക്കേണ്ട കാര്യവുമില്ല. തുടരുന്നത് മാത്രമേ ഉള്ളൂ, തുടർച്ച മാത്രമേ ഉള്ളൂ. കാരണം ആരംഭം എനിക്കറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ കൺസേൺ അല്ല, മനസ്സിലായി? ആരംഭം എൻ്റെ അറിയത്തില്ല, എൻ്റെ ശ്രദ്ധയിലുമില്ല. കാരണം എൻ്റെ ശ്രദ്ധയിൽ ഞാൻ നിലനിൽക്കുന്ന അവസ്ഥ ശ്രദ്ധിക്കുകയും ആ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവത്തിൽ തുടരാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അത്രേ എൻ്റെ ആവശ്യമുള്ളൂ. എൻ്റെ റിക്വയർമെന്റ് അതാണ്. അതിൽ അല്ല, അതുകൊണ്ടല്ല. ഇപ്പോൾ സജീവമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഫ്രീ സ്പേസ് ഇല്ല ഇത് അന്വേഷിക്കത്തക്ക രീതിയിൽ. ഇപ്പോഴന്വേഷിക്കേണ്ടത് അന്വേഷണത്തിൽ തുടരുന്ന ഭാഗം ഫുൾ കംപ്ലീറ്റ് ആണ്. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം അന്വേഷിക്കാനുള്ളൊരു സാവകാശം എവിടെയെങ്കിലും കിട്ടണ്ടേ? അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പരിപൂർണ വ്യാപൃതനായിരിക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് മാറിയിട്ടല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടിയാലേ നമുക്ക് അങ്ങനെ ഒരു കാര്യം അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ യാതൊരു പ്രസക്തിയും അനുഭവത്തിലില്ല. അനുഭവം ഒട്ട് ഒഴിവാക്കാനായിട്ടുള്ള സാവകാശവും കിട്ടുന്നില്ല. അതിൻ്റെ ആവശ്യവുമില്ല. കാരണം അനുഭവത്തിൽ സംതൃപ്തനാണ്. അനുഭവത്തിൽ സംതൃപ്തനല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അന്വേഷിക്കേണ്ടി വരും. അപ്പൊ അനുഭവം കണ്ടത് പറഞ്ഞു. ഡെസ്റ്റിനി നിങ്ങൾ ഇടക്ക് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് വരുന്നതിന് കാരണങ്ങൾ വിശദീകരിച്ചപ്പോൾ നിങ്ങൾ ഓക്കെ ആ ഭാഗം നിങ്ങൾ അതുമായിട്ട് റെസണേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ കർമ്മ ചിലപ്പോൾ നമ്മുടെ ജന്മത്തിൽ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങളായിരിക്കാം ഞാൻ ഇവിടെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ തുടങ്ങിയത്. അല്ല അങ്ങനെ വരാൻ കാരണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നമുക്ക് മുഴുവനുമായിട്ട് അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പല അബദ്ധധാരണകളുണ്ടാകും. കാരണം ഇതിനകത്ത് അബദ്ധധാരണകളൊന്നുമില്ല. ഇത് പ്രവർത്തിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് സെൻസ് ചെയ്യാൻ സാധിക്കുന്നിടത്ത് ഒരു സങ്കല്പം കടന്നു വരാനുള്ള ഒരു സാധ്യതയുമില്ല. അനുഭവത്തിൽ പരിപൂർണമായിട്ട് മുഴുകിയിരിക്കുന്നതുകൊണ്ട് അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഒരു കൺഫ്യൂഷനോ കോൺഫ്ലിക്റ്റോ കടന്നു വരാനുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മുൻജന്മവും ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും, എനിക്ക് ഭാവിയെ പറ്റി പോലും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അനുഭവത്തിൽ പരിപൂർണമായിട്ട് മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിനകത്തൊരു വിള്ളലില്ല, തുടർച്ച മാത്രമേ ഉള്ളൂ. സംശയമില്ല. അതുകൊണ്ട്
സാധിക്കാവുന്നതിൻ്റെ ഒപ്റ്റിമം എക്സ്പീരിയൻസിൽ തുടരുന്നു. അതുകൊണ്ട് ആശങ്കയില്ല. ഡെസ്റ്റി അല്ലല്ല, ഞാനൊരു ആശയം ഷെയർ ചെയ്യുകയല്ല, മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംസാരിക്കാൻ കിട്ടിയൊരു അവസരം, ഈ സംസാരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത് പോലെ. ഞാൻ എത്ര ദൂരം നടന്നു എന്നുള്ളതല്ല, എവിടെ എത്തി എന്നുള്ളതല്ല, അങ്ങനെ ഒരു ഭാഗമില്ല. എത്തി എന്നുള്ളതല്ല, ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇരിക്കുന്നതെന്ന് പറയുന്നത് എഴുന്നേറ്റ് നടന്നാലും എന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് അമേരിക്കയിൽ പോയെന്നും പറഞ്ഞ് എന്നിൽ അമേരിക്ക പോയതുകൊണ്ട് മാറ്റങ്ങളൊന്നുമില്ല. ഉണ്ടാകേണ്ട മാറ്റങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് പുതിയതായിട്ടൊരു മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. എന്നിലുണ്ടാകുന്ന മാറ്റങ്ങളെ നിരന്തരം അനുഭവിച്ച് ഞാൻ തെളിമയോടുകൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ താല്പര്യം അതാണ്. അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞു എന്നുള്ളതല്ല, എനിക്ക് പറയാൻ സാധിച്ചത് എത്രത്തോളം ആസ്വദിച്ചാണെന്നുള്ള ഭാഗമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എത്രത്തോളം നല്ല രീതിയിൽ എന്നെ അനുഭവിച്ച് എനിക്ക് സംസാരിക്കാൻ സാധിച്ചു, എന്തു പറഞ്ഞെന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. ഞാൻ ഒരിക്കലും അത് എടുക്കുന്നേയില്ല. ഞാൻ പലതും പറഞ്ഞാണ്, ഇന്നലെ പലതും പറഞ്ഞാണ്, ഇന്നും പറഞ്ഞിട്ട് നാളെ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും. പക്ഷെ സംസാരിക്കാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ആസ്വദിക്കുന്നത് സെബാസ്റ്റ്യൻജി പറയുന്നതൊക്കെ ഞാൻ എന്നെ ആസ്വദിക്കുക, കേൾക്കുന്നതിലുള്ള ആസ്വാദനത്തിലാണ്. എക്സാക്ട്ലി. അതിനകത്ത് ജഡ്ജ് ചെയ്യാതെ കേൾക്കുകയും പറയാനും സാധിക്കുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഭാവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്റെ ശ്രേഷ്ഠഭാഗം ക്ലിയറാണ്. ഓഫ് കോഴ്സ്. ശ്രേഷ്ഠഭാഗം ക്ലിയറാണ്. എക്സാക്ട്ലി. ഒരു വ്യക്തി അല്ല, ആണ് എന്ന് ഞാൻ അതിന് ആണ് എന്ന് അടിവരയിട്ട് പറയുന്നു. കാരണം നിങ്ങൾ കേൾക്കുന്ന ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയെ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. അത് അങ്ങനെയേ സംഭവിക്കത്തുള്ളൂ. അത് ഇന്നവിറ്റബിളാണ്. നിങ്ങൾ എല്ലാത്തിനെയും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലനിൽക്കുന്നിടത്ത് നിങ്ങൾ ആസ്വദിച്ച് നിൽക്കുകയും എന്നുവെച്ചാൽ നിങ്ങളുടെ ട്രൂ സെൽഫിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം കോൺഫ്ലിക്റ്റ് ഇല്ല. അല്ല, അത് നമ്മുടെ ഡെസ്റ്റിനി അല്ലേ, നമ്മളെ രൂപം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയല്ലേ. നമ്മുടെ അക്കോർഡിംഗ് ടു മൈ ഫോം ഇതാണ്. എനിക്കിങ്ങനെ രണ്ട് കാലേ നടന്നേ പറ്റത്തുള്ളൂ, മനസ്സിലായോ? അത് രണ്ട് കാലയിൽ, അല്ലെങ്കിൽ എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ട്, ഇങ്ങനെയാണ് എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത്. അത് ഞാൻ ബലം പിടിച്ച് ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതല്ല. ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ആ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു. അത് എൻ്റെ ഫോർമേഷൻ്റെ പൊട്ടൻഷ്യൽ അവയർനെസ്സാണ്. ഫോർമേഷൻ്റെ ഭാഗം ഇങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ കാക്ക പറക്കണ പോലെ എനിക്ക് പറക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? കാരണം എൻ്റെ ഫോർമേഷൻ ഇങ്ങനെയാണ്. കാക്കക്ക് പറക്കാനുള്ള ഫോർമേഷൻ അങ്ങനെയായതുകൊണ്ടാണ്. ഫോർമേഷൻ പറഞ്ഞപ്പോഴാണ് വേറൊരു സംഗതി ഓർമ്മ. മൂലപത്രി എന്ന് പറയുന്ന ലാംഗ്വേജിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല, ആദ്യമായിട്ട് കേൾക്കുന്നു. ആദ്യമായിട്ട് കേൾക്കുന്നതാണോ? ഞാനൊരു മൂലപത്രി എന്ന് പറയുന്നത് ഈ ബാംഗ്ലൂർ ഈ ഒരു മിഡ്ഫീൽഡ് ആ സമയത്ത് ഒരു ആന്റി ലാംഗ്വേജ് ആണ്. അപ്പം ആ സമയത്ത് സീക്രട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച ഒരു ഭാഷയായിരുന്നു മൂലപത്രി. അത് ഇപ്പോഴും ട്രിവാൻഡ്രത്ത് ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നു. മൂലപത്രി ലാംഗ്വേജ് പഠിക്കുന്നുണ്ടോ? പഠിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല, ഞാനൊന്നും പഠിക്കാനായിട്ട് ഞാൻ വലിയ പ്രേരണ ഇടാറില്ല. കാരണം പഠിത്തം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പഠിച്ചത് ആ സന്ദർഭത്തിൽ പഠിക്കുകയും അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ അത് നിർവീര്യം ചെയ്ത് കളയുകയും ചെയ്യുന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ ഒരു സവിശേഷത. അത് മുൻകൂട്ടി കരുതിയ ഒരു കാര്യം പഠിച്ചിട്ട് എന്തെങ്കിലും ഉപയോഗം വരുമെന്നും പറഞ്ഞ് നമ്മളുടെ പൊട്ടൻഷ്യൽ സ്പേസ് നമ്മൾ ഞാൻ വേസ്റ്റ് ആക്കാറില്ല. ഒരു വണ്ടി മേടിക്കേണ്ടി വരുമ്പോൾ ഡ്രൈവിംഗ് പഠിച്ചാൽ മതി. വണ്ടി മേടിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ ഡ്രൈവിംഗ് പഠിച്ചു വെക്കേണ്ട ഒരു ഭാവം എനിക്കിപ്പോൾ വരുന്നില്ല. ഒരു വിമാനം ഞാൻ സ്വന്തമായിട്ട് വാങ്ങുമ്പോൾ ചിലപ്പോൾ ഞാൻ പൈലറ്റ് ആകാനുള്ളൊരു ശ്രമം ഞാൻ നടത്തും ചിലപ്പോൾ.
പക്ഷെ മുൻകൂട്ടി അങ്ങനെ ഒരു താല്പര്യം വരുന്നില്ല. കാരണം എല്ലാം അനുബന്ധമായിട്ട് സംഭവിക്കുന്നത് കൊണ്ട് ഇത്രയും കാലം അനുബന്ധമായിട്ട് പഠിക്കേണ്ടത് പഠിക്കുകയും അത് ഒഴിവാക്കേണ്ട സമയത്ത് ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് ശീലം അങ്ങനെയാണ്. പിന്നെ പഠിച്ച ഭാഷയേക്കാൾ കൂടുതൽ ജീവിക്കുന്നൊരു ഭാഷയുണ്ട്. നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭാഷയുണ്ട്. അത് ഏകാലഘട്ടത്തിലും ഒരുപോലെ വേണ്ടതാണ്. നമ്മൾ മനുഷ്യൻ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ അത് വരികയും പോവുകയും ചെയ്യുന്ന ഭാഷയാണ്. അത് വളരെ നൈമിഷികമായിട്ട് വരുന്നതാണ്. പക്ഷേ ജീവൻ്റെ ഭാഷ അത് പെർമനൻ്റാണ്. നമുക്ക് സിവിലൈസേഷൻസ് നമുക്ക് പറയാനുണ്ട്. പക്ഷെ എല്ലാ സിവിലൈസേഷൻസും മണ്ണടിഞ്ഞു പോയി. എന്തുകൊണ്ടാണ്? കാരണം അന്ന് നിലനിർത്താൻ മനുഷ്യർ ശ്രമിച്ചിരുന്നു എന്നുള്ള ചില ഭാഗങ്ങളാണ് ഈ സിവിലൈസേഷൻസൊക്കെ മൺമറഞ്ഞു പോയത്. അല്ലെങ്കിൽ അത് ഇന്നും നിലനിന്നേനായിരുന്നു. മനുഷ്യപ്പോൾ മെസ്സപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് കാരണം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. കാരണം അത് കാലത്തിൻ്റെ ഭാഗത്ത് ഉള്ള അതിജീവനം മാത്രമേ സംഭവിച്ചുള്ളൂ. അല്ലാണ്ട് മനുഷ്യ ജന്മത്തിൻ്റെ ഭാഗത്താണെങ്കിൽ അത് സിവിലൈസേഷനായിട്ട് അത് നിലനിൽക്കത്തില്ല. പകരം മനുഷ്യ ജന്മം ജീവനായിട്ട് ഉണ്ടാകും. അവിടെ സിവിലൈസേഷൻ എന്ന് പേരിട്ട് വിളിക്കേണ്ടി വരത്തില്ലായിരുന്നു. അതെ 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 തീർച്ചയായിട്ടും. അത് അല്ല, ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാർ വളരെ മൈക്രോ പേഴ്സൻറ്റേജ് മാത്രമേ ഉള്ളൂ. മനസ്സിലാകേണ്ടവർ അതെ ഇപ്പം തന്നെ ഞാൻ മലയാളം പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഓൾറെഡി ഒരു ഫിൽറ്റർ എൻ്റെ ലാംഗ്വേജ് നല്ലൊരു ഫിൽറ്റർ ഉണ്ട്. ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ഇല്ല ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാകുന്നുള്ളൂ. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഞാൻ പൊട്ടനാണ് ഭ്രാന്തനാണെന്നാണ് പറയണത്. അത് നന്നായി. കാരണം എല്ലാവരുമായിട്ട് എനിക്ക് ഒറ്റയടിക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. വളരെ കുറച്ച് പേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ലാംഗ്വേജിൻ്റെ ഭാഗത്ത് തന്നെ ഓൾറെഡി ഒരു ഫിൽറ്റർ ഉണ്ട്. അല്ല ഞാൻ വലിയ കാര്യമാക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരുമായിട്ടുള്ള എൻ്റെ അടുത്ത ഇൻട്രാക്ഷൻ ഞാൻ അതിനനുസരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുകയാണ്. കാരണം അവരെ സംബന്ധിച്ചാൽ അവരിയ്ക്കുന്ന വേവ് ലെങ്ത് ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് അവരുന്നയിക്കുന്ന ചില വിഷയത്തിന് ഞാൻ എങ്ങനെ മറുപടി കൊടുക്കണമെന്നുള്ള ഭാഗത്ത് ഞാൻ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോവുകയാണ്. കാരണം ഈ വേവ് ലെങ്തുമായിട്ട് സൂട്ടബിൾ അല്ല, മാച്ചിങ് അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് അവിടെ വളരെ കട്ട് ഓഫ് ആക്കി കൊണ്ടുപോകുന്ന ഭാഗമാണ്. കാരണം അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകുന്നവരും മനസ്സിലാകാത്തവരും. അതായത് അവരെ അല്ല അങ്ങനെയല്ല. കാരണം എന്നെ മനസ്സിലാക്കുന്ന ഞാൻ എന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ അവിടെ ഒരു കമ്പാക്റ്റബിലിറ്റി ഉണ്ടല്ലോ, സിമിലാരിറ്റി. ആ സിമിലാരിറ്റി ഇല്ലാത്തവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ എൻ്റെ നിലനിൽക്കുന്ന അവസ്ഥയായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. അവിടെ അവർക്ക് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞ ഭാഗത്തിന് പ്രസക്തിയില്ല. കാരണം അവർ ഉന്നയിച്ചു വരുന്ന വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ചില സ്റ്റേജസിൽ നിന്ന് മാത്രമാണ്. അത് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യെങ്കിൽ അതിനൊരു 1-to-1 ഇൻട്രാക്ഷനോട്ട് പോകണം. മനസ്സിലായിട്ട് ഒരു പബ്ലിക് സ്പീച്ചിൻ്റെ ഭാഗത്ത് അത് നടക്കത്തില്ല. കാരണം അവർ വേറിട്ട കുറേ അനുഭവം, അവരെടുത്തു വെച്ചിരിക്കുന്ന വിലം പിടിച്ചിരിക്കുന്ന കുറേ വിശ്വാസ പ്രമാണങ്ങൾ അതൊക്കെ ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് അവർ വരുന്നത്. അപ്പോൾ അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ അവിടെ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ചില സംഭവങ്ങൾ അവർ ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ നോർമൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അവർ ഇമ്മീഡിയറ്റ്ലി ചെയ്യാവുന്നത് ജസ്റ്റ് കട്ട് ഓഫ് ചെയ്യാന്നുള്ളതാണ്. അതെ 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 അതെ. അല്ല ഷാരു ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ആ ഷാരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചുകൊണ്ടാണ് ഇത്രയും നേരം നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നുകൊണ്ട് ഈ ഒരു ഇൻട്രാക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. ഷാരു അതിനകത്ത് നിന്ന് എന്തെടുക്കുന്നു എന്നുള്ളതല്ല,
എന്ത് എടുക്കുകയോ എടുക്കാതിരിക്കുക തള്ളിക്കളയോ അവസാനം വന്നേച്ചും ഈ പറഞ്ഞ എല്ലാം പൊട്ടത്തറോണെന്ന് പറഞ്ഞ് പോയാലും എനിക്കൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടിയത് ഞാൻ മാക്സിമം റിച്ചായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ എന്നൊരു ഭാഗമില്ല, ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വന്നിട്ട് ഷാരു പറയുന്നു നിങ്ങളെപ്പോലെ ഇത്രയും വലിയൊരു പൊട്ടനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്താലും അത് എന്നിൽ യാതൊരു കാരണവശാലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ എന്നെ അനുഭവിച്ചുകൊണ്ട് എന്തോ അല്ലല്ല ഞാൻ എല്ലാവരുടെ ഭാഗത്തും ഞാൻ ഇങ്ങനെ തന്നെയാണ്, മനസ്സിലായി. കാരണം ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ മന്ദനാണ്, നിങ്ങൾ എന്ത് കേടാന്ന് പറയും, ആ ഒരു തലത്തിലല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് എങ്ങനെ എനിക്ക് സെബാസ്റ്റ്യൻ ജിയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഇപ്പൊ ആരോടാണെങ്കിലും, ബ്രഹ്മനാണെങ്കിലും അല്ലെങ്കിൽ ഏത് മനുഷ്യനോടാണെങ്കിലും അവരോടൊക്കെ എനിക്ക് എങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തലത്തിലേക്കാണ്. അതാണ് ശരിക്കും വേണ്ട ഒരു പൊസിഷൻ. അതാണ് ഞാൻ എടുക്കുന്ന പൊസിഷനും അത് തന്നെയാണ്. കാരണം എന്നാൽ മാത്രമേ നമ്മളിലുള്ള എന്നിലുള്ള ഒരു നിലനിൽക്കുന്ന അവസ്ഥയെ കൂടുതൽ എക്സ്പോസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. എൻ്റെ റിക്വയർമെൻ്റ് അതാണ്. പക്ഷേ പലരും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എടുത്തിട്ട് അവർ കുറച്ച് ഡേറ്റ കയ്യിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഇല്ല, അതൊക്കെ ഓരോരുത്തർ അവർ കണ്ടെത്തിയിരിക്കുന്ന ചില ബയാസ്ഡ് ആയിട്ടുള്ള ചില ജഡ്ജ്മെന്റ്സ് ആണ്. എന്നെ പുകഴ്ത്തുന്ന ഇപ്പം ബ്രഹ്മ തന്നെയാണ് ഒരു പ്രാവശ്യം ക്ലോസ്ഡ് റൂമിൽ വിളിച്ചുകൊണ്ട് പോയിച്ചും പറഞ്ഞ് അവിടെ ഇങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള ഗൈഡ് ലൈൻ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ അവിടെ ടോക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തത്. അവിടെ വേറെ എന്താണ്ട് ഗ്രൂപ്പിൽ എന്താണ്ട് ഡിസ്കഷൻ നടന്നപ്പോഴത്തേക്ക് നിങ്ങളെ പറ്റിയാൽ നിങ്ങൾ അവിടെ ചെന്ന് അബദ്ധമൊന്നും പറയരുത്. ഞാൻ എന്താ പറയേണ്ടതെന്നുള്ള ഭാഗം ഞാനാണ് തീരുമാനിക്കുന്നത്. അത് എനിക്ക് അങ്ങനെയുള്ള അഡ്വൈസും കാര്യങ്ങളൊന്നും ഐ ഡോണ്ട് എൻ്റർടൈൻ എനിവൺ, മനസ്സിലായി. ഒരു ഗ്രൂപ്പും കോക്കേഴ്സും ഉണ്ടാക്കുന്നൊരു ഭാഗമൊന്നും എനിക്കില്ല. അവിടെ വെച്ച് തന്നെ ഞാൻ ബ്രഹ്മനെ കട്ട് ഓഫ് ചെയ്തത്, മനസ്സിലായി. അങ്ങനൊരു ഒളിച്ചും പാത്തും ജീവിതം കൊണ്ടുപോകുന്നൊരു ഭാഗത്ത് ഇല്ല ഞാൻ. മനസ്സിലായി. പുകഴ്ത്തുന്ന പറഞ്ഞാൽ മറ്റാൾ പുകഴ്ത്തുന്നത് അവൻ കള്ളനായതുകൊണ്ടാണ് പുകഴ്ത്തുന്നത് നമ്മളെ, മനസ്സിലായി. കള്ളന്മാരെ പുകഴ്ത്തത്തുള്ളൂ, മനസ്സിലായി. കാരണം ഉള്ള കാര്യം നമ്മൾ സംസാരിക്കുന്നത് എന്തിനാണ്? സംസാരിക്കുന്നത് പുകഴ്ത്താനാണെങ്കിൽ കപടതയുള്ളവർക്കാണ് അതിൻ്റെ ആവശ്യം. കാരണം നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ അത്രയും സമയം അവനവനെ ഏറ്റവും റിച്ചായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. മറ്റാൾ പുകഴ്ത്തെന്ന് പറയുമ്പോൾ അയാൾ നമ്മുടെ അയാൾ ശരിക്കും ഫ്രോഡാണ് അയാൾ, മനസ്സിലായോ? ഫ്രോഡായിട്ടുള്ള ആൾക്കാർ ഇല്ല. എന്ത് കാര്യത്തിന് നമ്മൾ പുകഴ്ത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് അയാളുടെ കയ്യിൽ നിന്ന് എന്താണ്ട് കിട്ടാനുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് എന്താണ്ട് അയാളെ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാത്ത എന്തെങ്കിലും കിട്ടണമെങ്കിലാണ് നമ്മളിങ്ങനെയുള്ള മാൽ പ്രാക്ടീസ്. ഇതൊക്കെ മാൽ പ്രാക്ടീസാണ്. അതൊരിക്കലും നമ്മുടെ ലൈവ്ലിഹുഡിൻ്റെ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതല്ല. അതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് നടക്കാം. ഇല്ല അതെ നമുക്ക് വേണ്ട ഏറ്റവും അല്ല അത് ദാറ്റ് ഈസ്. അപ്പം ഇത്രയും നേരം നിങ്ങൾ ഇരുന്നിട്ട് എന്നെ കുറ്റം പറയുന്നൊരു ഭാവം ഞാൻ കേട്ടില്ല. എന്നിട്ട് ചോദ്യങ്ങളൊക്കെ സെബാസ്റ്റ്യൻ ജിയോടുള്ള കുറ്റങ്ങളായിട്ടാണ്. എന്നെ ചോദിക്കുന്ന രീതി കുറ്റമായിട്ട് തോന്നില്ലെങ്കിലും അതൊക്കെ എനിക്ക് സെബാസ്റ്റ്യൻ ജിയോടുള്ള